Hi dear friends, welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ട് ക്രിസ്മസ് ട്രീ ആണ് കാണിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ അവിടെ ഒരു ഗ്രീൻ കളർ ഗ്ലിറ്റർ ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതുപോലെ ഒന്ന് കോൺ ആയിട്ട് ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നന്നായി ഒന്ന് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ താഴ്ഭാഗത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് കറക്റ്റ് ഷേപ്പിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇനി ഇത് ഞാൻ കുറച്ച് മാലമുത്താണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുമ്പോൾ ഞാൻ മഞ്ഞയും ചുവപ്പും പെയിൻറ്റും എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കത് ക്രിസ്മസ് ട്രീയുടെ മുകളിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിന് പകരം നിങ്ങളുടെ കയ്യിൽ തെർമോക്കോൾ ബോൾസ് ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ചു കൊടുത്താലും മതി. ഇനി കാർഡ്ബോർഡിൻ്റെ ഉൾവശത്ത് വരുന്ന സിക്സാക് പാറ്റേൺ ഉണ്ടല്ലോ, അത് മാത്രം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അതിന് നമ്മളെ ക്രിസ്മസ് ട്രീ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഒരു കാർഡ്ബോർഡ് പീസ് ഇതുപോലെ റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ആ ക്രിസ്മസ് ട്രീ നമുക്ക് ഈ കാർഡ്ബോർഡിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇനി ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ സ്റ്റാർ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ട്രീയുടെ മുകളിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ക്രിസ്മസ് ട്രീയുടെ സ്റ്റാൻഡിൻ്റെ മുകളിൽ ഇതുപോലെ ബ്രൗൺ കളർ അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് മുത്തൊക്കെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന രണ്ടാമത്തെ ക്രിസ്മസ് ട്രീ ആണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടത് ഒരു ഗ്രീൻ കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ നമുക്ക് കോണാക്കിയിട്ടൊന്ന് ചുറ്റിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ നല്ല കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ ഇതുപോലെ കുറച്ച് ഷെൽസാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ നമുക്ക് കാർഡ്ബോർഡ് പീസിൻ്റെ ഉള്ളിലുള്ള സിക്സാക് പാറ്റേൺ എടുത്തിട്ട് ഇതുപോലെ ചുരുട്ടിയിട്ട് നമ്മുടെ ട്രീ അതിൻ്റെ മുകളിലൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇനി ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ സ്റ്റാർ കട്ട് ചെയ്തിട്ട് ഈ ട്രീയുടെ മുകളിലൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇനി ഇത് ഈ ട്രീക്കും നേരത്തെ പോലെ തന്നെ ബ്രൗൺ കളർ പെയിൻറ്റ് വെച്ചിട്ടൊന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള രണ്ട് ക്രിസ്മസ് ട്രീ ആണ് ഞാനിവിടെ കാണിച്ചത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനൊരു ക്രിസ്മസ് ബോട്ടിലാട്ടും ഒരു ക്രിസ്മസ് റീത്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.